നമ്മൾ ചെയ്യാൻ പോകുന്ന ഡിസൈൻ നമുക്കിപ്പോൾ സെറ്റ് സാരിയുടെയോ അല്ലെങ്കിൽ ബ്ലൗസിന് കുട്ടികളുടെ ബ്ലൗസിലോ ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഏത് ഫാബ്രിക്കിലും ചെയ്യാം, ഏത് കളറിലും ചെയ്യാം. ഇപ്പം ഞാൻ ഇതിൽ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരു കുറച്ച് പൂക്കളുടെയും ഇലകളും ഒക്കെ ആയിട്ടുള്ള ചേർന്നൊരു ഡിസൈനാണ് ചെയ്യുന്നത്. അപ്പം ഞാനിതൊന്ന് ജസ്റ്റ് വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ സമയത്തിനനുസരിച്ച് കൂടുതൽ എക്സ്റ്റെൻഡ് ചെയ്ത് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ റഫായിട്ട് ഇപ്പോൾ ഒന്ന് വരച്ചു കൊടുത്തു. എന്നിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്നത് ഈ ഒരു ഫ്ലവർ ഫില്ല് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ കളറിലാണ് നൂലാണ് എടുത്തേക്കുന്നത്. റെഡ് കളർ നൂലുകൊണ്ട് സാറ്റിൻ സ്റ്റിച്ച് കൊണ്ട് ഇത് മൊത്തം ഫില്ല് ചെയ്യാം. ആദ്യം അതാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്യാം. ഞാൻ ത്രെഡ് മാറ്റിയിട്ടൊന്നുമില്ല, 6 strands തന്നെയാണ് ഒരു എൻഡ് കെട്ടിയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിനെ കുറച്ചും കൂടെ ഒരു ഡീറ്റെയിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ യെല്ലോ കളറിലെ ത്രെഡ് ഉണ്ട്. ഇതിപ്പോൾ നമ്പർ 726 ആണ് എടുത്തേക്കുന്നത്. അപ്പോൾ ആ ത്രെഡ് കൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇവിടെ ഒരു ഡിസൈൻ കൊടുക്കാൻ പോവുക ചെയ്യുന്നത്. അതുകൂടി ചെയ്യാം. അപ്പോൾ ഇത്രയും ചെയ്തു. ഇനി നമ്മൾ ഇവിടെ നമ്മൾക്ക് ഡാർക്ക് ഗ്രീൻ ത്രെഡ് കൊണ്ട് ഡിസൈൻ കൊടുക്കുക ചെയ്യുന്നത്. അത് ലീഫ് പോലെ കൊടുക്കുന്നു. അതിന് ഞാൻ ഇതുപോലെ 699 ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആദ്യം ഒരു സ്റ്റെം സ്റ്റിച്ചോ അല്ലെങ്കിൽ സ്ട്രൈറ്റ് സ്റ്റിച്ചായാലും മതി കൊടുത്തിട്ട് നമുക്ക് ലീഫ് പോലെ കൊടുക്കാം. ലീഫ് കൊടുക്കുന്നത് ലേസി ഡേസി സ്റ്റിച്ച് വെച്ചിട്ടാണ്. ഇനി നമുക്ക് ലേസി ഡേസി സ്റ്റിച്ച് കൊടുത്ത് ലീഫ് കൊടുക്കാം.
നമ്മൾ ഇവിടെയും ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഈ ഒരു പോർഷനിൽ ലീഫ് കൊടുക്കാൻ പോവുക. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ പർപ്പിൾ കളർ കൊണ്ട് ചെയ്യുന്നത്. ഇപ്പോൾ പർപ്പിൾ കളർ വെച്ചിട്ടുള്ള ഡിസൈൻ കൊടുക്കാം. അതും ലേസി സ്റ്റിച്ച് തന്നെ നമുക്ക് കൊടുക്കാം. ആദ്യമേ സ്റ്റെമ്മ് ഫില്ല് ചെയ്യാം. ഇനി നമുക്ക് കുറച്ചൊരു ലൈറ്റ് ഗ്രീൻ കൊണ്ട് ഇവിടെ കൊടുക്കാം. അത് ഞാൻ ഈ കളറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതുകൊണ്ട് ഇവിടെയും സെയിം തന്നെ ഡിസൈൻ കൊടുക്കാം. സെയിം ലീഫ് പോലെ തന്നെ ഡിസൈനാണ് നമ്മൾ കൊടുക്കുന്നത് ഇവിടെയും. അപ്പോൾ ഇത്ര ചെയ്ത് കഴിഞ്ഞ് നമ്മളിതുപോലെ യെല്ലോ കളർ ത്രെഡ് കൊണ്ടാണ് ഇതുപോലെ ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. ഫ്രഞ്ച് നോട്ട് തൊട്ട് നമുക്ക് ഫില്ല് ചെയ്യാം. പെറ്റൽസിന് വൈറ്റ് കളറും കൊടുക്കാം. നമുക്കിവിടെ വൈറ്റ് കളർ പെറ്റൽസ് ഫില്ല് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ വേണമെങ്കിൽ എക്സ്ട്രാ ആയിട്ട് ഡിസൈനായിട്ട് ഇതുപോലെ കുറച്ച് ഫ്രഞ്ച് നോട്ടൊക്കെ കൊടുത്ത് കുറേ കൂടി ഒരു ഡിസൈൻസ് കൊടുക്കാം. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞു. അടുത്തായിട്ട് നമുക്ക് ഈ ഫ്ലവർ ഇതുപോലെ വൈറ്റ് കളർ ത്രെഡ് കൊണ്ട് തന്നെ ഫിൽ ചെയ്യാം.